നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലി ചെയ്യാതെ അപ്പുറത്തെ വീട്ടിലെ രമണം വന്ന് ജോലി ചെയ്യില്ല. നമ്മൾ തന്നെ ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ. അത് ഗ്ലോറിഫൈ ചെയ്യാൻ വേണമെന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് കാര്യമാണ്. അവനവന്റെ വീട്ടിലെ കാര്യങ്ങൾ അവനവൻ ചെയ്യണം എന്നുള്ളത് അത് ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന് തൊട്ട് മുന്നേ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ഒരു പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കൊരു ഹെൽപ്പിനെ ഹയർ ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമുക്ക് സാമ്പത്തികമായിട്ടും കൂടെ പറ്റണമല്ലോ ഒരാളെ വെക്കാൻ. അങ്ങനെ ആളെ വെക്കുന്നത് നമുക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാവും. പുള്ളി അത് കട്ട് ചെയ്തിട്ട് ഞാൻ മറ്റേ ജോലി ചെയ്യാം എന്ന് പറയുന്നത് മാത്രമായിട്ട് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. ഞാൻ ഒത്തിരി പുള്ളിയുടെ വീഡിയോസ് ആശയങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിൽ പ്രോഗ്രസീവ് തിങ്കർ ആണ് ഒരാളെ പിടിച്ച് താഴെ ഇടാൻ ഏറ്റവും കൂടുതൽ കീനായിട്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും വേണ്ടത് മറ്റേ സംസാരിക്കുന്നതിലുള്ള കറക്റ്റ്നെസ്, എന്താ പറഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. എന്തൊരു വാക്ക് പറഞ്ഞാലും ഇപ്പൊ പേടിച്ച് സംസാരിക്കണം. ആരെയാ പേടിക്കുന്നത്? നമ്മൾ ഈ ബാക്ക്വേർഡ് ചിന്താഗതിയുള്ള ആൾക്കാരല്ല പേടിക്കുന്നത്, പ്രോഗ്രസീവ് തിങ്കേഴ്സാണ് ഏറ്റവും കൂടുതൽ. അവരാണ് ഏറ്റവും കൂടുതൽ ബുള്ളിങ് വാങ്ങിച്ചു തരുന്നത്. എന്നൊരു സാഡ് റിയാലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതിന് എന്നെ ട്രാഡ് വൈഫ് എന്ന് ലേബൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ട്രാഡ് വൈഫ് എന്ന് പറയും, അതായത് വീട്ടില് 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയൽ വൈഫ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു വ്യക്തി അല്ല ഞാൻ. എങ്കിൽ ഞാൻ അതിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ഇതൊന്നും പറയേണ്ട കാര്യമേ ഇല്ല. ഇത് ചുമ്മാ അവരെ റീച്ച് ചെയ്യാൻ വേണ്ടി അവന്മാർ ചുമ്മാ ഇതിന്റെ ഐഡിയാസ് കൊണ്ടുവരണേ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കാണിച്ചത് എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യൂ. നാളെ തൊട്ട് എല്ലാവരും വീട്ടിൽ ഓരോ കാളയും 2 പട്ടിയും ഒരു കോഴിയും വളർത്തുന്ന നമ്മൾ ആരോടും പറയണില്ല. ഇതൊക്കെ ഞാൻ ആരോ ഫോഴ്സ് ചെയ്യുന്നത്. സൗഭാഗ്യ ചെയ്യണ കാര്യത്തിൽ വലിയ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു വ്ളോഗർ ഫേമസ് ആണ്, ഒന്നും പ്രസംഗിക്കണം. ഞാൻ കണ്ടിട്ട് എനിക്ക് കണ്ടത് പറയാനുള്ളത് നിനക്കെന്ത് എന്നാണ് എനിക്ക് ചോദിക്കുള്ളത്. നീ ആരുടെ നമ്മളെ റേറ്റ് ചെയ്യാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.